സോ ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കോറിലേഷനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് പേര് ക്ലാസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു വിടാം എന്താ കോറിലേഷൻ. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് കോറിലേഷൻ. എന്താണ് കോറിലേഷൻ എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് സോ ഫാർ സ്റ്റഡി റിലേറ്റ് ടു അനാലിസിസ് ഓഫ് വൺ വേരിയബിൾ ഓൺലി. അതായത് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വേരിയബിളിനെ പറ്റിയായിരുന്നു. ഇനി രണ്ട് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെപ്പറ്റി നമ്മൾ പഠിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളും വൈ എന്ന് പറഞ്ഞ് ഒരു വേരിയബിളും ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നതാണ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയ കോറിലേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ടു വേരിയബിൾസ് ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ്. രണ്ട് വേരിയബിൾസ് കോറിലേറ്റഡ് ആകുന്നത് എപ്പോഴാണ്? ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് മറ്റേ വേരിയബിളും ചേഞ്ച്, അതായത് ഒരു വേരിയബിളിന് ചേഞ്ച്, അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ കൂടെ വൈ എന്ന് പറയുന്ന വേരിയബിളും ചേഞ്ച് ആവും. അതായത് എക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണല്ലോ വൈ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും? എക്സും വൈയും കോറിലേറ്റഡ് ആണെന്ന് പറയാം. അതാണ് ഇവിടെ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ടു വേരിയബിൾസ് ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ് ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ദാറ്റ് ഈസ് വെൻ ടു വേരിയബിൾസ് മൂവ്സ് ടുഗെദർ. അതായത് രണ്ടും ഒരുപോലെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ രണ്ട് വേരിയബിൾസും കോറിലേറ്റഡ് ആണെന്ന്. അതായത് ഇപ്പോൾ ഒന്ന് കൂടുന്നതനുസരിച്ച് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കൂടുന്നതനുസരിച്ച് വൈയും കൂടുകയാണെങ്കിലോ, അല്ലെങ്കിൽ എക്സ് കുറയുന്നതനുസരിച്ച് വൈയും കുറയുകയാണെങ്കിലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? രണ്ട് വേരിയബിൾസ് കോറിലേറ്റഡ് ആണെന്ന് പറയാം. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും. അതുപോലെ അതാണ് ഒരേ ഡയറക്ഷൻ എന്നും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മളെന്ത് പറയാം? ദാറ്റ് ഈസ് വെൻ ടു വേരിയബിൾസ് മൂവ് ടുഗെദർ വി സേ ദേ ആർ കോറിലേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻസ് പല ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? കോറിലേഷൻ ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആവാം. വെൻ ദ വാല്യൂസ് ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ കോറിലേഷൻ ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ്. അതായത് വേരിയബിളുകളുടെ വാല്യൂസ് സെയിം ഡയറക്ഷനിലേക്ക്, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടണം, ഒന്ന് കുറയുമ്പോൾ മറ്റത് കുറയണം, അങ്ങനെ സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ, ആൻ ഇൻക്രീസ് in the value of one variable result to an increase in the value of the other variable. Also, if a decrease in the value of one variable result into a decrease in the value of other variable. അങ്ങനെ പറയുമ്പോഴും നമുക്ക് എന്ത് പറയാം? കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് ആണെന്ന് പറയാം. അതായത് രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റത് കൂടുകയോ, അല്ലെങ്കിൽ ഒന്ന് കുറയുന്നതനുസരിച്ച് മറ്റത് കുറയുകയോ ചെയ്യുന്ന ആണെങ്കിൽ, അതായത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി എന്താണ് നെഗറ്റീവ് കോറിലേഷൻ? അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് പറയാം. സോ നമുക്ക് അങ്ങനെ വരുന്ന കേസിൽ എന്താണ്? കോറിലേഷൻ നെഗറ്റീവ് ആണെന്ന് പറയാം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോറിലേഷൻ എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി എന്താണ് ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. കോറിലേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ടു എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ കോറിലേഷൻ ഇസ് സെറ്റ് ടു ബി ലീനിയർ. എപ്പോഴാണ് കോറിലേഷൻ ലീനിയർ ആവുന്നത്? ഒരു വേരിയബിളിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ വേരിയബിളിൻ്റെ എമൗണ്ടും ചേഞ്ച് ചെയ്യും. എങ്ങനെയാവ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള റേഷ്യോസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് എന്ത്? ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. രണ്ടും ചേഞ്ച് ചെയ്യും, പക്ഷേ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ഈ എക്സാമ്പിൾ നോക്കിയാൽ, എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നിട്ടുണ്ട് 20, 25, 30, 35, 40 എക്സെട്ര. വൈ എന്ന് പറഞ്ഞ വേരിയബിളും 30, 37.5, 45,
52.5, 60 അങ്ങനെ. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ x/y, അതായത് 20/3 ചെയ്ത് നോക്കുമ്പോൾ അവ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 ആണ്. ഈ റേഷ്യോ തന്നെ ഇവിടെ എല്ലാം കീപ്പ് ചെയ്യണം. അങ്ങനെ കോൺസ്റ്റൻറ്റ് റേഷ്യോസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ലീനിയർ കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ ലീനിയർ കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോറിലേഷൻ എന്താണ്? സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ഇഫ് ദെയർ ആർ ഓൺലി 2 വേരിയബിൾസ്, ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി സിമ്പിൾ. അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഇനി വെൻ 1 വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു എ നമ്പർ ഓഫ് അതർ വേരിയബിൾ, അതായത് ഒരു വേരിയബിൾ വേറെ കുറേ വേരിയബിൾസുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനെ എന്ത് പറയും? സിമ്പിൾ, മൾട്ടിപ്പിൾ അതിനെ പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ഇഫ് ദെയർ ആർ ഓൺലി 2 വേരിയബിൾസ്, ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി സിമ്പിൾ. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് ആണെങ്കിൽ ആ കോറിലേഷൻ എന്ത് പറയും? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഇനി വെൻ 1 വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു എ നമ്പർ ഓഫ് അതേഴ്സ്, കോറിലേഷൻ ഈസ് നോട്ട് സിമ്പിൾ. അതായത് ഒരു വേരിയബിൾ വേറെ പല വേരിയബിളുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, അവ തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുക? കോറിലേഷൻ സിമ്പിൾ അല്ല. ദെൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. കോറിലേഷൻ്റെ മെഷേഴ്സാണ്. അതായത് പല മെത്തേഡ്സ് ഉണ്ട് കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ. ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ഉണ്ട്, ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അങ്ങനെ 3 മെത്തേഡ്സ് ഉണ്ട് കോറിലേഷന്. ഓക്കെ, ദ കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ക്യാൻ ബി മെഷേർഡ് ബൈ ബോത്ത് ഗ്രാഫിക് ആൻഡ് ഓൾജിബ്രാക് മെത്തേഡ്. 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡും ഓൾജിബ്രാക് മെത്തേഡും ചെയ്യുന്നുണ്ട്. സ്കാറ്റർ ഡയഗ്രാം ആൻഡ് കോറിലേഷൻ ഗ്രാഫ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഗ്രാഫിക് മെത്തേഡ്സ്. ഗ്രാഫിക് മെത്തേഡ്സ് ഏതാണ്? സ്കാറ്റർ ഡയഗ്രാമും പിന്നെ കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്. ആൻഡ് ഓൾജിബ്രാക് മെത്തേഡിന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നാണ്. അപ്പം മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്കാറ്റർ ഡയഗ്രാം, സെക്കൻഡ് വൺ കോറിലേഷൻ ഗ്രാഫ്, അതായത് ഗ്രാഫിക് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇനി സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അത് സ്കാറ്റർ ഡയഗ്രാമിൽ വൺ ഓഫ് ദി വേരിയബിൾ ഈസ് ഷോൺ ഇൻ ദ എക്സ് ആക്സിസ്. ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് എക്സ് ആക്സിസിലും മറ്റേ വേരിയബിളിൻ്റെ വാല്യൂസ് വൈ ആക്സിസിലുമാണ് കൊടുക്കുന്നത്. ഈച്ച് പെയർ ഓഫ് വാല്യൂസ് ഈസ് പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ് ബൈ മീൻസ് ഓഫ് ഡോട്ട്സ്. അപ്പോൾ നമുക്ക് തരുന്ന വാല്യൂസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫിൽ ആ വാല്യൂസ് ഡോട്ട്സ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദ ഐറ്റംസ് ആർ പ്ലോട്ടഡ്, വി ഗെറ്റ് ആസ് മെനി ഡോട്ട്സ് ഓൺ ദ ഗ്രാഫ് പേപ്പേഴ്സ് ആസ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫിൽ പോയിൻറ്റ്സ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, if these points show some trend either upwards or downwards, the 2 variables are said to be correlated. 2 വേരിയബിൾസ് കോറിലേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഗ്രാഫ് നോക്കി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പം ചിലപ്പം പോയിൻറ്റ്സിൻ്റെ ആ ഒരു ട്രെൻഡ്, അതായത് നമ്മൾ പോയിൻറ്റ്സ് നോക്കി കഴിയുമ്പോൾ ചില പോയിൻറ്റ്സ് മുകളിലേക്ക് തന്നെയായിരിക്കും ടെൻഡ് ചെയ്യുന്നത്, ചിലത് താഴേക്കായിരിക്കും ടെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു ഇത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊക്കെ നമ്മൾ അത് കണ്ട് ആ ഗ്രാഫ് കണ്ട് മനസ്സിലാക്കി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വേരിയബിൾസ് കോറിലേറ്റഡ് ആണെന്ന് പറയാം. ഇഫ് ദ പ്ലോട്ടഡ് പോയിൻറ്റ്സ് ഡു നോട്ട് ഷോ എനി ട്രെൻഡ്, അതായത് അവിടെ ഇവിടെയൊക്കെയാണ് പോയിന്റ് കിടക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? 2 വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് അല്ല എന്ന് പറയും. If on the other hand the tendency is reversed so that the points show a downward trend from the left top to the right bottom, correlation is negative. ഓക്കെ, അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോറിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കിയേ. ഫോർ ദ 2 sets of data given below, draw scatter diagram and comment on the relation between the variables x and y. 3 സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെറ്റ് നമുക്ക് നോക്കാം. സെറ്റ് 1-നകത്ത് എക്സ് വേരിയബിളും വൈ വേരിയബിളും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എക്സ് വേരിയബിൾസിൻ്റെ വാല്യൂസ് എക്സ് ആക്സിസിലും വൈ വേരിയബിൾസിൻ്റെ വാല്യൂ വൈ ആക്സിസിലും കൊടുത്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കി, എക്സ് വേരിയബിളിൻ്റെ വാല്യൂ എന്താ? 5, വൈ 6. അപ്പോൾ 5, 6 വരുന്ന പോയിൻറ്റ്, 5 എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈ ഒരു പോയിൻറ്റ്, 5, 6 വരുന്ന പോയിൻറ്റ് ഈ പോയിൻറ്റ് വരും. അതുപോലെ നെക്സ്റ്റ് പോയിൻറ്റ് എത്രയാണ്? 8ഉം 10ഉം. 8 ഇവിടെ, 10 എവിടെയാണ് വരുന്നത്? ഇവിടെ. അപ്പോൾ ഈ പോയിൻറ്റ് വരും. നെക്സ്റ്റ്
2ഉം 3ഉം 2 ആൻഡ് 3 ഈ പോയിന്റ് വരും. അപ്പം നമ്മളിങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഗ്രാഫിൽ പോയിൻറ്റ്സ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇത് നോക്കി, ഇത് മുകളിലേക്കാണ് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മുകളിലേക്കല്ലേ ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ പോയിരിക്കുന്നത്. നോക്കിയാൽ ഫ്രം ദ 3 സ്കാറ്റർ ഡയഗ്രാംസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ദ ഫസ്റ്റ് സെറ്റ്. ഫസ്റ്റ് സെറ്റ് ഏതാണ്? നമ്മളിപ്പോൾ വരച്ച ഈ ഫസ്റ്റ് സെറ്റിനകത്ത് ഈ ഗ്രാഫ് പോയിൻറ്റ്സ് പോയിരിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് തന്നിട്ടുണ്ട് ഇവിടെ. ഈ സെറ്റ് വെച്ചിട്ടാണ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. സോ ഇത് നോക്കി, ഈ ഗ്രാഫ് പോയിൻറ്റ്സ് താഴേക്കാണ് പോയിരിക്കുന്നത് അല്ലേ, പോയിൻറ്റ്സിൻ്റെ ഡയറക്ഷൻ. ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ദ സെക്കൻഡ് സെറ്റ്. സോ താഴേക്ക് പോയേക്കുന്നതുകൊണ്ട് ഇതെന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ദ സെറ്റ് 3. അതായത് മൂന്നാമത് തന്നിരിക്കുന്ന സെറ്റിൻ്റെ അകത്തെ പോയിൻറ്റ്സ് വേരിയബിൾസ് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിയാൽ പോയിൻറ്റ്സ് അവിടെ ഇവിടെ സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അവിടെ ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ അത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു കോറിലേഷൻ ഇല്ല എന്ന് പറയാം. എക്സും വൈയും തമ്മിൽ അവിടെ ഒരു കോറിലേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു പ്ലോട്ട് ദ പോയിൻറ്റ്സ് അല്ലേ. നമുക്ക് പോയിൻറ്റ്സിൻ്റെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിലേക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ ഈസിയാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം അത് പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്ന് ആ പോയിൻറ്റ്സിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. അബ്നോർമൽ വാല്യൂസ് ഇൻ ദ ഡേറ്റ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ്. അബ്നോർമൽ വാല്യൂസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. The value of dependent variable for a given value of independent variable can be detected. ഫോർത്ത് പോയിൻ്റ് എന്താണ് പറയുന്നത്? നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻ്റ് എന്താ? ദ എക്സ്ട്രീം വാല്യൂസ് ഡു നോട്ട് എഫക്റ്റ് ഇറ്റ്. എക്സ്ട്രീം വാല്യൂസ് അതായത് ഏറ്റവും കൂടിയ വാല്യൂ കുറഞ്ഞ വാല്യൂ ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യത്തില്ല. ഇനി എന്താണ് സ്കാറ്റർ ഡയഗ്രാമിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ? ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ cannot be easily estimated. അതായത് കോറിലേഷൻ്റെ ഡിഗ്രി നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് വെറും ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓൾജിബ്രാക് ആയിട്ട് നമുക്കതിനെ മാത്തമാറ്റിക്കലി ചെയ്യാൻ പറ്റില്ല. വെൻ ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ ഈസ് എയ്തർ ബിഗ് ഓർ വെരി സ്മോൾ ദ മെത്തേഡ് ഈസ് നോട്ട് ഈസി. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസൊക്കെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആണെങ്കിൽ അല്ലെ ഏറ്റവും കൂടുതലോ ഏറ്റവും ചെറുതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണ്? കോറിലേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡ്. എന്താണ് സെക്കൻഡ് മെത്തേഡ് പറയുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് കർവ്സ് ആർ ഡ്രോൺ ഫോർ ദ എക്സ് വേരിയബിൾസ് ആൻഡ് വൈ വേരിയബിൾസ് ഓൺ ദ സെയിം ഗ്രാഫ് പേപ്പർ. ഒരേ ഗ്രാഫ് പേപ്പറിൽ തന്നെ എക്സ് വേരിയബിൾസിനും വൈ വേരിയബിൾസിനും സെപ്പറേറ്റ് ഗ്രാഫ് വരയ്ക്കുക ഒരു ഗ്രാഫ് പേപ്പറിൽ തന്നെ. ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ആർ ടേക്കൺ ആസ് ഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ്സ് പ്ലോട്ടഡ്. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സിൻ്റെ ഓർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. ഫ്രം ദ ഡയറക്ഷൻ ആൻഡ് ദ ക്ലോസ്നെസ് ഓഫ് ദ ടു കർവ്സ്. അതായത് നമ്മളിപ്പം എക്സ് ആക്സിസിനും വൈ ആക്സിനും സെപ്പറേറ്റ് കർവ്സ് ആണല്ലോ വരയ്ക്കുന്നത്. അപ്പം ആ കർവ്സിൻ്റെ ക്ലോസ്നെസ് വെച്ചിട്ടും ആ കർവ്സിൻ്റെ ഡയറക്ഷൻ ചിലപ്പം താഴെ നിന്ന് മുകളിലേക്കായിരിക്കാം അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കായിരിക്കാം. അങ്ങനെ ഡയറക്ഷൻസ് വെച്ചിട്ടും നമുക്ക് എന്ത് പറയാം? രണ്ട് വേരിയബിൾസ് റിലേറ്റഡ് ആണോ എന്ന് പറയാം. ഇഫ് ബോത്ത് ദ കർവ്സ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് കർവ്സും സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഐദർ അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്, മുകളിലേക്കോ താഴേക്കോ ആയിക്കോട്ടെ, ബട്ട് സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയാം? കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് എന്ന് പറയാം. ഇഫ് ദ കർവ്സ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് രണ്ട് കർവ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയും? അത് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി തേർഡ് വൺ എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതെന്ന് പറയുന്ന ഒരു ഓൾജിബ്രാക് മെത്തേഡാണ്. കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടി വരും. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ആൻ ഓൾജിബ്രാക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. അണ്ടർ ദിസ് മെത്തേഡ് വി മെഷർ കോറിലേഷൻ ബൈ ഫൈൻഡിങ് എ വാല്യൂ നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ഫോർമുല. നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? അവിടെ ഒരു ഫോർമുല ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ആ ഫോർമുലയാണ് നമ്മൾ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഓൾജിബ്രാക് ആണെന്ന് പറയുന്നത്. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ. ആ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആയിരിക്കും. ഇറ്റ് ഷോസ് ദ ഡിഗ്രി ഓർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്.
കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ പ്യുവർ നമ്പർ ലൈങ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂസ് എപ്പോഴും ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. അത് -1നും +1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. വെൻ ദ കോറിലേഷൻ ഈസ് നെഗറ്റീവ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 0. കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ -1നും 0യ്ക്കും ഇടയ്ക്കും. വെൻ ദ കോറിലേഷൻ ഈസ് പോസിറ്റീവ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ കോറിലേഷൻ പോസിറ്റീവ് ആണെന്ന് പറയാം. വെൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് 0 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾ. നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താവുക, വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻസ് ഇല്ല എന്ന് നമുക്ക് പറയാം. വെൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് 1 ദർ ഇസ് എ പെർഫെക്റ്റ് കോറിലേഷൻ. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ കൃത്യം 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തുകൂടെ അവിടെ ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ട് എന്ന് പറയാം. ബിറ്റ്വീൻ നോ കോറിലേഷൻ ആൻഡ് പെർഫെക്റ്റ് കോറിലേഷൻ ദർ ആർ വേരിയിങ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. അതായത് നോ കോറിലേഷൻ്റെ ഇടയ്ക്കും, അതായത് 0യ്ക്കും പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് 1നും ഇടയ്ക്കും ദർ ആർ വേരിയിങ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. പല ഡിഗ്രീസ് ഓഫ് കോറിലേഷൻസ് ഉണ്ടായിരിക്കും, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ അപ്ലൈയിങ് ദ മെത്തേഡ്സ് ഗിവൻ ബിലോ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് കാൾ പിയേഴ്സൺസ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് സ്പിയർമാൻസ് മെത്തേഡ് ആൻഡ് തേർഡ് മെത്തേഡ് എന്താ, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ് കാൾ പിയേഴ്സൺസ് മെത്തേഡ് എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നോക്കി, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിനൊരു ഫോമുലയുണ്ട്. ദ എബവ് ഫോമുല ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോളോയിങ് ഫോമുൽസ്. അതായത് ഈ ഫോമുലയാണ് അതിനെ പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ ഫോമുലയ്ക്ക് പകരം അവർ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു ഫോമുല തന്നിട്ടുണ്ട്. എന്താണ് ആ ഫോമുല? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n into sigma x square minus sigma x the whole square into square root of n into sigma y square minus sigma y the whole square. അപ്പോൾ ഈ ഫോമുല കാണാതെ പഠിക്കണം. ഈ ഫോമുല കാണാതെ പഠിച്ചാലേ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഫോമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കാം. സോ നമുക്ക് ആ ഫോമുല വെച്ചിട്ട് അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ഈ ഫോമുല കാണാതെ പഠിച്ചാൽ മാത്രം മതി. ആൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും. ഈ എക്സും വൈയും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫോമുല എന്തൊക്കെയാണ്? n ഇൻറ്റു സിഗ്മ എക്സ് വൈ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇവിടെ n എന്താണെന്ന് അറിയണം. n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7. n എന്ന് പറയുന്നത് 7 എണ്ണം ഉണ്ട്. സോ n-ൻ്റെ വാല്യൂ എത്രയാണ്? 7. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ എക്സ് കണ്ടുപിടിക്കണം, സിഗ്മ വൈ കണ്ടുപിടിക്കണം. അതായത് ഈ എക്സിൻ്റെ എല്ലാം ടോട്ടലും വൈയുടെ എല്ലാം ടോട്ടലും. പിന്നെ നമുക്ക് എക്സ് വൈ കണ്ടുപിടിക്കണം. എന്നാലല്ലേ സിഗ്മ എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ എക്സ് വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും കഴിഞ്ഞില്ല, സിഗ്മ എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. ഈ ഫോമുല നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതെല്ലാം ടേബിളിലേക്ക് കണ്ടുപിടിച്ച് എഴുതുക. സോ നമ്മൾ ആദ്യം എന്തെഴുതി? എക്സ് എഴുതി, വൈ എഴുതി, സിഗ്മ എക്സ് കണ്ടുപിടിച്ചു, സിഗ്മ വൈ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ? എക്സ് വൈ എഴുതി. അതായത് 2 × 4 8, 3 × 5 15, 4 6 24. അങ്ങനെ എക്സ് വൈ കണ്ടുപിടിച്ചു, അതിൻ്റെ സം കണ്ടുപിടിച്ചു. പിന്നെ എക്സ് സ്ക്വയർ, ഈ വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. അങ്ങനെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു, വൈ സ്ക്വയേഴ്സും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഈ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യണം. എന്താണ് ഫോമുല പറയുന്നത്? n ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എന്താണ്? 2 to 8. അതായത് എക്സ് വൈയുടെ എല്ലാം സമ്മ് 228. ഇനി എന്താ വേണ്ടത്? സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എന്താണ്? ഇതിൻ്റെ എക്സിൻ്റെ എല്ലാ സമ്മും. സിഗ്മ വൈ എന്ന് പറയുന്നത് വൈയുടെ എല്ലാ സമ്മും. സോ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് എന്താണ്? 35 × 45. ഓക്കെ. ഇനി n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറുകളുടെ എല്ലാ സമ്മ് എത്രയാണ്? 203 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സുകളുടെ സമ്മിൻ്റെ സ്ക്വയർ, അതായത് 35ൻ്റെ സ്ക്വയർ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. സമ്മേഷൻ എക്സ് സ്ക്വയറാണ്, അതായത് എക്സ് സ്ക്വയറിൻ്റെ സമ്മാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെയോ സമ്മേഷൻ എക്സ്, അതായത് എക്സിൻ്റെ സമ്മുകളുടെ സ്ക്വയറാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. എക്സിൻ്റെ സം എടുക്കുക. നമുക്ക് ഇവിടെ എക്സിൻ്റെ സം എത്രയാണ്? 35. 35ൻ്റെ സ്ക്വയർ 35 × 35 അതാണ് ഇവിടെ എഴുതേണ്ടത്. ബട്ട് ഇവിടെ എന്നാണ് എഴുതേണ്ടത്? സിഗ്മ എക്സ് സ്ക്വയർ, അതായത് നമ്മൾ കണ്ടുപിടിച്ച എക്സ് സ്ക്വയറിൻ്റെ സമ്മാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. സോ
അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സും വൈയും അറിഞ്ഞിരുന്നാൽ ബാക്കി നമുക്ക് ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. സോ ആ വാല്യൂസ് എല്ലാം ഇവിടെ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് 0. എപ്പോഴും കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, സോ ഇതിനകത്ത് നോക്കി അപ്പം നമുക്ക് എപ്പോഴും 0.077 എന്നാണ് നമ്മുടെ വാല്യൂ കിട്ടിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്, σx, σx², σy², σxy എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫോമുലയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്നിട്ടത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ 0.99 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡേറ്റ ഗിവൺ ബിലോ pertain to the price and demand for a particular commodity over a period of 5 years. Compute the correlation coefficient between the price and demand. പ്രൈസിനും ഡിമാൻഡിനും തമ്മിലുള്ള കോഎഫിഷ്യൻറ്റ് കോറിലേഷൻ കണ്ടുപിടിക്കാം. അത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ എക്സും വൈയും എഴുതി, ഇത് എക്സ് ഇത് വൈ, എക്സ് വൈ കണ്ടുപിടിക്കുക, x² കണ്ടുപിടിക്കുക, y² കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? R എന്ന് പറഞ്ഞിട്ടാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ R = -0.9 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി ഡിഗ്രി ഓഫ് കോറിലേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ? The degree or the intensity of the relationship between two variables can be ascertained by finding the values of coefficient of correlation. The degree of correlation can be classified into എത്ര degree of correlations ഉണ്ട്? 3 degrees of correlations ഉണ്ട്. So first degree of correlation എന്താണെന്ന് നോക്കി, perfect correlation. When the change in the two variable is such that with an increase in the value of one, the value of the other increases in a fixed proportion, correlation is said to be perfect. എപ്പോഴാണ് correlation perfect ആകുന്നത്? ഒരു വാല്യൂവിൻ്റെ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റേ വാല്യൂവും ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ? ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിൽ. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക? അവിടെ ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, പെർഫെക്റ്റ് കോറിലേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പെർഫെക്റ്റ് കോറിലേഷൻ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് +1 ഫോർ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതായത് R എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? +1 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് -1 ഫോർ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ്റെ കേസിൽ അതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? നോ കോറിലേഷൻ. ഇഫ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് വെച്ചിട്ട് മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നില്ല, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റഡ് അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ കോറിലേഷൻ ഒന്നും ഇല്ല എന്ന് പറയാം. വെൻ ദർ ഈസ് നോ കോറിലേഷൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് 0. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കോറിലേഷൻ ഒന്നും അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആയ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. In between perfect correlation and no correlation, there may be limited degree of correlation. എവിടെ? പെർഫെക്റ്റ് കോറിലേഷൻ, അതായത് ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ആൻഡ് നോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ 0. സോ 1നും 0യ്ക്കും ഇടയ്ക്ക് അവിടെ എന്തുണ്ടായിരിക്കും? ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ടായിരിക്കും. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ മേ ഓൾസോ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിലെ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ മേ ബി ടേംഡ് ആസ് ഹൈ, മോഡറേറ്റ് ഓർ ലോ. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹൈ ആയിരിക്കും, മീഡിയം, പിന്നെ ഏറ്റവും ചെറുത്, അതായത് ലോ. ഫോർ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ബിറ്റ്വീൻ 0 and 1 ന്യൂമറിക്കലി. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ്റെ വാല്യൂസ് എവിടെ നിന്നിട്ട് എവിടെ വരെ? 0യും 1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്? ഡിഗ്രീസ് ഓഫ് കോറിലേഷൻസ് ആണ്. ഡിഗ്രീസ് ഓഫ് കോറിലേഷൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. പെർഫെക്റ്റ് കോറിലേഷൻ, പിന്നെ നോ കോറിലേഷൻ, ആൻഡ് നെക്സ്റ്റ് ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വുഡ് ബി യുവർ ഇൻ്റർപ്രിട്ടേഷൻ ഇഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R ഈസ് ഈക്വൽ ടു, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0.
അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി യുവർ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മുടെ കോറിലേഷൻ ഏത് ടൈപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്താ തോന്നിയിരിക്കുന്നത്, ആറിൻ്റെ വാല്യൂ 0. വെൻ ആർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്, ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്, അത് മറക്കരുത്. സോ ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ കോറിലേഷൻ ഇല്ല എന്ന് പറയാം. രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വെൻ ആർ ഈസ് ഈക്വൽ ടു -1, ആറിൻ്റെ വാല്യൂ -1 ആണെങ്കിലോ ദർ ഈസ് നെഗറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ. ആറിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് എന്താ അവിടെ പറയാം, നെഗറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ ആണെന്ന് പറയാം. ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിലോ ദർ ഇസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. വെൻ ആർ എന്ന് പറയുന്നത് 0.2, അതായത് 0യ്ക്കും 1നും ഇടയ്ക്കല്ലേ. സോ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ 0.2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ ഇസ് എ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ. 0.2 എന്ന് പറയുമ്പം എത്ര, 0യ്ക്ക് അടുത്താണല്ലോ. സോ നമുക്ക് അവിടെ എന്ത് പറയാം, വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇനി 0.9 എന്ന് പറയുമ്പോൾ 1ന് ഏറെക്കുറെ അടുത്താണ്. സോ ദർ ഈസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. വെൻ ആർ ഇസ് ഈക്വൽ ടു 0.52, അതായത് 0യ്ക്കും 1നും നടുക്കായിട്ട് ഏറെക്കുറെ മിഡിലായിട്ട് വരുമ്പം എന്താ പറയുക, അവിടെ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയും, കമ്പ്യൂട്ട് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. ഓൾസോ കമൻറ്റ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ തന്നെ എക്സും വൈയും എഴുതി ഫോർമുലയിലേക്ക് ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ എന്താ, ഓൾസോ കമൻറ്റ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. ആ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണോ, പെർഫെക്റ്റ് കോറിലേഷൻ ആണോ, അതോ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണോ എന്നൊക്കെ നമ്മൾ ആ വാല്യൂ വെച്ച് പറയാം. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ നോക്കി, -0.962. എപ്പോഴും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആറിൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കും, എപ്പോഴും അതിൽ കൂടത്തില്ല നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും, -0.962 ആണ്. സോ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ ഇസ് വെരി ഹൈ നെഗറ്റീവ് കോറിലേഷൻ, അതായത് -1നും ഏറെക്കുറെ അടുത്തായിട്ടല്ലേ ഈ വാല്യൂ വന്നത്. സോ നമുക്ക് എന്ത് പറയാം, വെരി ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് നോക്കി, ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ. എന്താണ് ചേഞ്ച് ഓഫ് ഒറിജിനെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ റീപ്ലേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരിക്കുമുള്ള ഫോർമുലയിൽ എക്സിന് പകരം, എക്സിനും വൈക്കും പകരം എന്ത് കൊടുക്കാം, ഡി എക്സും ഡി വൈയും എന്നും കൊടുക്കുക. എപ്പോഴാണത്, അതായത് ചേഞ്ച് ഓഫ് ഒറിജിൻ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അഫക്റ്റ് ചെയ്യാത്ത ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആർ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് എക്സിനും വൈക്കും പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡി എക്സ് ആൻഡ് ഡി വൈ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഇതിനകത്ത് വരുന്നുള്ളൂ. എക്സിനും വൈക്കും പകരം ഡി എക്സ് ഡി വൈ എന്താണെന്ന് കൊടുക്കുന്നു. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് coefficient of correlation from the following data using 44 and 26 respectively as the origin of x and y. ഒറിജിൻ ഉണ്ടെങ്കിൽ എന്താണ്, ചേഞ്ച് ഓഫ് ഒറിജിൻ അനുസരിച്ച് അവിടെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഫോമിലേക്ക് എക്സിന് പകരം എന്ത് എഴുതുക, ഡി എക്സ് എഴുതുക, വൈക്ക് പകരം ഡി വൈ എഴുതുക. ഇനി ഡി എക്സും ഡി വൈയും എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമുക്ക് തന്നിട്ടുണ്ട് ഒറിജിൻ 44ഉം 26ഉം തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് -44 ചെയ്യുക, ആൻഡ് ഡി വൈ എങ്ങനെ കണ്ടുപിടിക്കുക, വൈ മൈനസ് തന്നിരിക്കുന്ന ആ രണ്ട് വാല്യൂസിനെ വെച്ച് മൈനസ് ചെയ്യുക. സോ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എക്സ് വാല്യൂസിൽ നിന്ന് ഈ 44 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക, ആൻഡ് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വൈ വാല്യൂസിൽ നിന്ന് ഈ 26 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫോമുലയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോമുലയിൽ വന്ന ചേഞ്ച് എന്താണ്, എക്സിന് പകരം ഡി എക്സും വൈക്ക് പകരം ഡി വൈയും ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബാക്കി എല്ലാം സെയിം ആയിട്ട് മറ്റേ പോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് ആ ഫോമുലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇഫ് വി ക്യാൻ ടേക്ക് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ. ഇനി നമ്മൾ ഡീവിയേഷൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, ആക്ച്വൽ മീനിൽ നിന്നാണ് ഡീവിയേഷൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഡി എക്സിൻ്റെ ഫോർമുല എന്തായിരിക്കും, എക്സ് മൈനസ് എക്സ് ബാർ ആൻഡ് ഡി വൈ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ. എക്സ് ബാറും വൈ ബാറും, അതായത് എക്സിൻ്റെ മീനും വൈയുടെ മീനും നമ്മൾ കണ്ടുപിടിച്ച് വേണം ഇത് ചെയ്യാൻ. ആൻഡ് സോ ദാറ്റ് സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് 0, സിഗ്മ ഡി വൈ എന്ന് പറയുന്നതും 0. ദെൻ ദ ഫോർമുല ബിക്കംസ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായി മാറും, നമ്മുടെ ഒറിജിനൽ ഫോർമുലയിലേക്ക് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഡി എക്സിന് വരെ എക്സ് മൈനസ് എക്സ് ബാർ, ഡി വൈക്ക് വരെ വൈ മൈനസ് വൈ ബാർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താ, സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് 0യും സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് 0 ആവും. അത് നമ്മുടെ ഒറിജിനൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഫോർമുല എന്താണ്,
ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ വലിയ ഫോമുല ഉണ്ടല്ലോ, അതിലേക്ക് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോമുല എന്തായി ചുരുങ്ങും? സിഗ്മ ഡി എക്സ് ഡിവൈ ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ഇവിടെ വരുന്നത് എന്താണ്? ആക്ച്വൽ മീനിൽ നിന്നാണ് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പുള്ള പ്രോബ്ലത്തിൽ എന്താണ് ചെയ്തത്? നമ്മുടെ ഒറിജിൻ തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്മൾ ഡി എക്സും ഡി വൈയും കണ്ടുപിടിച്ചത്. ഓക്കെ, ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിൽ നിന്ന് ഡീവിയേഷൻ എടുക്കുന്നു, അതാണ് ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാറും ഡി വൈ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാറും. നെക്സ്റ്റ് പ്രോബ്ലം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രം മീൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ബാറും കണ്ടുപിടിക്കണം, വൈ ബാറും കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 180/10 ദാറ്റ്സ് ഈക്വൽ ടു 18. ആൻഡ് വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ വൈ ബൈ എൻ which is equal to ഇതിൻ്റെ എല്ലാം സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതാണ് സിഗ്മ വൈ ബാറും സിഗ്മ എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി ടേക്കിംഗ് ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ ആൻഡ് വൈ ബാർ, ഡി എക്സ് കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? 18. ഈ എക്സ് വാല്യൂസിൽ നിന്നല്ലേ 18 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി എക്സ് കിട്ടും. വൈ വാല്യൂസിൽ നിന്ന് നമ്മൾ 32 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി വൈ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഫോമുലയിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ. ചേഞ്ച് ഓഫ് സ്കെയിലും എഫക്റ്റ് ചെയ്യുന്നില്ല, ചേഞ്ച് ഓഫ് ഒറിജിനും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. സോ ഇതിനെ എന്തായാലും ചേഞ്ച് ഓഫ് സ്കെയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ദെയർഫോർ ഇഫ് യു മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ഓൾ ദ വാല്യൂസ് ഓഫ് എ വേരിയബിൾ, അതായത് ഇപ്പോൾ എക്സ് വാല്യൂസിൻ്റെ വേരിയബിൾസിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വിൽ നോട്ട് ചേഞ്ച്. നമ്മുടെ ആർ എന്ന് പറഞ്ഞ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്താണ്. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ദ ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഏത് ടൈപ്പ് ആണെന്ന് പറയണം. സോ എക്സ് എന്താണ് തന്നിരിക്കുന്നത്? 1.2 1.1. ഇതെല്ലാം ഡെസിമൽ പ്ലേസിലും വൈ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? അല്ലാതെ ഹോൾ നമ്പർ രീതിയിലുമാണ് തന്നിരിക്കുന്നത്. സോ ഡെസിമൽ പ്ലേസസ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ എല്ലാ വാല്യൂസിനെയും ഓരോ വാല്യൂസിനെയും ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ഒരു വേരിയബിളിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ചേഞ്ച് ചെയ്യത്തില്ല എന്നല്ലേ ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. സോ അപ്പം നമുക്ക് 1.2 × 10 ചെയ്യുമ്പോൾ എന്തായിട്ടാണ്? 12. 1.1 × 10 ചെയ്യുമ്പോൾ 11. അങ്ങനെ ഓരോ വാല്യൂസ് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെസിമൽ പ്ലേസസ് എല്ലാം മാറി. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കൊണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? 0.67 ആണ്. ഏറെക്കുറെ മിഡിലായിട്ട് വരും. സോ ദെയർഫോർ ദെയർ ഈസ് ഗുഡ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കാരണം എന്താ? അതിന് നെഗറ്റീവ് വാല്യൂ ഇല്ല, പോസിറ്റീവ് വാല്യൂ ഇല്ലേ. സോ എന്താ പറയുക? ഗുഡ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് രണ്ട് പ്രോബ്ലം അതേപോലെ തന്നെ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന രണ്ട് പ്രോബ്ലമാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഹിൻറ്റ് തന്നിട്ടുണ്ട്, ആ ഹിൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരും. അപ്പോൾ ആ ഹിൻറ്റ് വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. നോട്ടിലേക്ക് എഴുതുമ്പം മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി കോറിലേഷൻ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫോമുല. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ഫോമുലയുണ്ട്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് എ പ്യുവർ നമ്പർ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്താണ്? ഒരു പ്യുവർ നമ്പറാണ്. +1നും -1നും ഇടയ്ക്ക് വരുന്ന ഒരു പ്യുവർ നമ്പറാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. നമ്മൾ ആദ്യം പഠിച്ച പോലെ ചേഞ്ച് ഓഫ് സ്കെയിലും ചേഞ്ച് ഓഫ് ഒറിജിനിലും അതിന് യാതൊരു വ്യത്യാസവും വരത്തില്ല കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് സെയിം ആസ് ദാറ്റ് ബിറ്റ്വീൻ വൈ ആൻഡ് എക്സ്. അതായത് എക്സ് ആൻഡ് വൈയും വൈ ആൻഡ് എക്സും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കും, അതിന് ചേഞ്ചസ് ഒന്നും വരില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിൾ എററും എന്താണെന്ന്, പിന്നെ നമ്മൾ പഠിക്കുന്നത് റാങ്ക് ഓഫ് കോറിലേഷനും ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ അപ്പം ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിക്കുക. എല്ലാവരും നോട്ടിലേക്ക് എഴുതണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സ് തരില്ല, കട്ട് ചെയ്യും. അറ്റൻഡൻസും ഞാൻ മാർക്ക് ചെയ്യത്തില്ല. ആരൊക്കെ എനിക്ക് നോട്ട് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നോ അവരുടെ പേരെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ ഒരു ബുക്കിനകത്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇൻറ്റേർണൽ മാർക്ക് ഇടുക. സോ എഴുതാത്തവർക്ക് ഞാൻ മാർക്ക് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. സോ ഇത്രയും പഠിപ്പിച്ച അത്രയും നിങ്ങൾ പഠിച്ചിട്ട് വരിക. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.